അമേരിക്കൻ സ്വപ്നങ്ങൾ കവർന്നതാര് എന്ന പുസ്തകമാണ് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത്. 5 ഭാഗമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. പേജ് 1 മുതൽ 5 വരെ. ആമുഖവും പേജ് 1 ആണ് ഈ വീഡിയോയിൽ നമ്മൾ വായിക്കുന്നത്. ബാക്കി 4 വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. എല്ലാവരും ഹെഡ്സെറ്റ് ഇടുന്നത് നല്ലതായിരിക്കും. എന്തുകൊണ്ട് ഞാൻ ഈ ബുക്ക് എഴുതുന്നു? എപ്പോഴെങ്കിലും ആളുകൾ നിങ്ങളെ കളിയാക്കി ചിരിച്ചിട്ടുണ്ടോ? അപമാനിച്ചിട്ടുണ്ടോ? ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ? തെറ്റിദ്ധരിക്കുകയും കളിയാക്കുകയും ചെയ്തിട്ടുണ്ടോ? അവസാനം നിങ്ങൾക്ക് എഴുന്നേറ്റ് നിന്ന് മതിയാക്കൂ എന്ന് അലറേണ്ടി വന്നിട്ടുണ്ടോ? എന്റെ ജീവിതത്തിൽ ഞാനും അത്തരമൊരു അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഭ്രാന്ത് പിടിക്കും പോലെ തോന്നിയിട്ടുണ്ട്. എന്നാൽ അതൊന്നും ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് കാര്യങ്ങൾ നേരെ പറയാനും സത്യം എന്താണ് എന്ന് ചൂണ്ടിക്കാട്ടാനുമായിട്ടാണ് ഞാൻ ഈ ബുക്ക് എഴുതുന്നത്. പരമ്പരാഗത ബിസിനസ്സുകൾ അടച്ചുപൂട്ടുകയും തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുകയും ആനുകൂല്യങ്ങൾ വെട്ടിക്കുറക്കപ്പെടുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ എന്താണ് യഥാർത്ഥ അവസരമെന്ന് ചൂണ്ടിക്കാട്ടാൻ കൂടിയാണ് ഞാൻ ഈ പുസ്തകം എഴുതുന്നത്. ഞാൻ പരമ്പരാഗത ബിസിനസ് എന്നാണ് പറഞ്ഞത്. ശ്രദ്ധിച്ചിരുന്നോ? സത്യത്തിൽ പരമ്പരാഗതമല്ലാത്ത ബിസിനസ്സുകൾ എന്ന മറ്റൊരു വഴിയുണ്ട്. ഒരു ശരാശരിക്കാരന് സ്വന്തം ബിസിനസ് തുടങ്ങാനും അവന്റെ സ്വന്തം മേധാവിയായി മാറാനും ഒപ്പം വ്യവസായത്തിന്റെയും ജീവിതത്തിന്റെയുമെല്ലാം മുഖച്ഛായ തന്നെ മാറ്റാനും സാധിക്കുന്ന ഒരു വഴി. ഇന്ന് വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ് ആ വഴി. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി സമയം നിശ്ചയിക്കാം. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കാം. എവിടെയിരുന്നുകൊണ്ടും പാർട്ട് ടൈമായി പണിയെടുത്ത് സമ്പാദ്യമുണ്ടാക്കാം. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒരു തട്ടിപ്പാണോ? അതോ ഒരു പദ്ധതിയാണോ? അതുമല്ലെങ്കിൽ ഒരു അമേരിക്കൻ ഡ്രീം ആണോ? മുഴുവൻ സത്യങ്ങളും അറിയാൻ നിങ്ങൾക്ക് അർഹതയുണ്ട്. സത്യമല്ലാതെ മറ്റൊന്നുമില്ല. ഈ ബുക്ക് വായിച്ച ശേഷം നിങ്ങൾ തീരുമാനിക്കൂ. ആമുഖം. നിൽക്കൂ, കള്ളൻ. ഞാനൊരു മാന്യനാണ്. പാവങ്ങളെ കൊള്ളയടിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. ജോർജ് ബെർണാഡ് ഷാ, ഐറിഷ് നാടകകൃത്ത്, സാമൂഹിക വിമർശകൻ. എന്തോ മോശമായി സംഭവിച്ചിരിക്കുന്നു. വീടിന്റെ പ്രധാന വാതിലിന്റെ താക്കോൽ എന്റെ കയ്യിൽ നിന്നും താഴെ വീണപ്പോഴേ എനിക്കെന്തോ പന്തികേട് തോന്നിയിരുന്നു. കൈകളിൽ ഒരു തരിപ്പ് പോലെ, വയറ് ശൂന്യമായതുപോലെ, എന്റെ ഉള്ളിൽ ഒന്നുമില്ലാത്തതുപോലെ. എനിക്കാകെ അസ്വസ്ഥത തോന്നി. ഞാൻ വാതിൽ തുറന്ന് ശ്രദ്ധയോടെ അകത്തേക്ക് കയറി. അകത്തെത്തിയിട്ടും എനിക്ക് കൂടുതൽ മെച്ചമൊന്നും തോന്നിയില്ലെന്ന് മാത്രമല്ല, വല്ലാത്ത വേദന അനുഭവപ്പെടുകയും ചെയ്തു. ഞാൻ ചുറ്റും നോക്കി. ശരിയായ വീട്ടിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്. ഒന്നും സ്ഥാനം തെറ്റിയിട്ടില്ല. പക്ഷെ എനിക്കെന്തോ പന്തികേട് തോന്നി. ഒരു നിമിഷം കൊണ്ട് ആ തോന്നൽ ശക്തമായി. ടെലിവിഷന് താഴെ CD പ്ലെയർ വെച്ചിരുന്ന സ്ഥലം ശൂന്യമാണ്. അത് പോയിരിക്കുന്നു. അയ്യോ, ഇനി എന്തൊക്കെ കൊണ്ടുപോയി കാണും. നിൽക്കൂ, കള്ളൻ. ആരോ എന്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയിരിക്കുന്നു. എന്റെ സാധനങ്ങൾ വാരിവലിച്ചിട്ട് എന്റെ സ്വകാര്യ വസ്തുക്കൾ നശിപ്പിച്ചിരിക്കുന്നു. എന്റെ കുട്ടികളുടെയും അതേ അവർ എന്റെ കുട്ടികളുടെ പക്കൽ നിന്നുപോലും മോഷ്ടിച്ചിരിക്കുന്നു. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ആ അനുഭവം ഒരിക്കലും മറക്കാതിരിക്കാനാണ് സാധ്യത. വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഈ സംഭവത്തെക്കുറിച്ച് ഇപ്പോൾ ഓർക്കുമ്പോൾ പോലും എനിക്ക് പെട്ടെന്ന് ആ സുഖകരമായ ശാരീരിക അസ്വസ്ഥതകൾ തിരികെ വരും. അതൊരു അസ്വസ്ഥത ആയിരുന്നു. ഇപ്പോഴും അതൊരു അസ്വസ്ഥത തന്നെയാണ്. ഞാൻ അപമാനിക്കപ്പെട്ടതുപോലെ തോന്നി. വ്യക്തിപരമായി അപമാനിക്കപ്പെട്ടു. എനിക്ക് ദേഷ്യം തോന്നി. എന്നാൽ ഇതിനെതിരെ പ്രതികരിക്കാൻ എനിക്ക് ശക്തിയില്ലായിരുന്നു. ആരെങ്കിലും നമ്മിൽ നിന്ന് എന്തെങ്കിലും മോഷ്ടിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഫീലിംഗ് ഇങ്ങനെയാണ്. ആരെങ്കിലും വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുമ്പോഴും നമുക്ക് ഇതേ ഫീലിംഗ് തന്നെയാണ് ഉണ്ടാകുന്നത്. അത് ഭൗതിക വസ്തുക്കളായിരിക്കാം. എന്റെ കാര്യത്തിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ ആ സാധനങ്ങൾ വീണ്ടും വാങ്ങിവെച്ചു. നമ്മുടെ സ്വകാര്യവും വിലപിടിച്ചതുമായ വസ്തുക്കൾ നമ്മിൽ നിന്നാരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് പോലെ സ്വപ്നങ്ങളും മോഷ്ടിച്ചു കൊണ്ടുപോകുമ്പോൾ നാം എത്രമാത്രം ഉലഞ്ഞു പോകുമെന്ന്, ദേഷ്യം വരുമെന്ന്, നിസ്സഹായരായി പോകുമെന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? അതെ, അത് തന്നെയാണ് അവർ ചെയ്തത്. ചിലർ, കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾ, അമേരിക്കൻ ഡ്രീം മോഷ്ടിച്ചിരിക്കുന്നു. അതും കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ മൂക്കിന് കീഴിൽ നിന്നും. നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഭാവി മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. സ്വതന്ത്രമായി വിഹരിക്കുന്ന ഒരു കൂട്ടം കുറ്റവാളികൾ നമ്മുടെ ചെലവിൽ സമ്പന്നരായിക്കൊണ്ടിരിക്കുന്നു. അമേരിക്കൻ ഡ്രീം എന്ന് പറയുന്നത് ഒരു കെട്ടുകഥയാണ്. അമേരിക്കൻ ഡ്രീം എന്ന് പറയുന്നത് ഒരു കെട്ടുകഥയാണ്. അത് യാഥാർത്ഥ്യമല്ലാത്തതുകൊണ്ട് മാത്രമല്ല. അത് ഭൂതകാലത്തുണ്ടായിരുന്ന കാര്യമായതുകൊണ്ട് മാത്രമല്ല. ഒരിക്കലും നേടിയെടുക്കാൻ സാധിക്കാത്ത കാര്യമായതുകൊണ്ട് മാത്രമല്ല. നാം ഒരിക്കലും അർഹിക്കാത്ത കാര്യമായതുകൊണ്ട് മാത്രമല്ല. തീർച്ചയായും അതുകൊണ്ട് മാത്രമല്ല. ഇതൊരു കെട്ടുകഥയാകാൻ കാരണം നാം വളർന്നുവന്ന സാഹചര്യമാണ്. ലളിതമായി പറഞ്ഞാൽ അമേരിക്കൻ ഡ്രീം നേടിയെടുക്കാനായി നമ്മെ പഠിപ്പിച്ച കാര്യങ്ങൾ ഒരിക്കലും പ്രവർത്തിക്കുന്നവയല്ല. എന്തിനേറെ പറയുന്നു, ഒരു കോളേജ് ഡിഗ്രി സമ്പാദിക്കുക, കോർപ്പറേറ്റ് ലാഡറിൽ കയറിപ്പറ്റാനായി ജോലി ചെയ്യുക, നിങ്ങളുടെ സ്വപ്നം നേടിയെടുക്കുക. ഇതെല്ലാം ഒരുതരം സെറ്റപ്പാണ്. നമ്മിൽ കൂടുതൽ പേർക്കും ഇതൊരു തട്ടിപ്പാണ്. ശക്തരും വമ്പന്മാരുമായ ആളുകൾ നമ്മെക്കൊണ്ട് ജോലിയെടുപ്പിക്കുകയും കൂടുതൽ സമയം കളിച്ച് വ്യാപാരം ചെയ്തത് പണമുണ്ടാക്കി അവർ സമ്പന്നരാകുകയും ചെയ്യുന്നു.
ഇതേക്കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ വീട് കൊള്ളയടിക്കപ്പെട്ട അതേ അനുഭവമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഒരു കാര്യം ഒഴിച്ച് ഇത്തവണ ഞാൻ നിസ്സഹായനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരിക്കലുമില്ല. അമേരിക്കൻ ഡ്രീമിലേക്ക് എത്താനുള്ള ഒരു വഴി ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. പക്ഷേ ഞാൻ എന്റെ വഴിയെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ശരാശരിക്കാനായ ഒരാളുടെ വഴികളെക്കുറിച്ച് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ എന്നെ അനുവദിക്കുക. എന്താണ് അമേരിക്കൻ ഡ്രീം? അമേരിക്കൻ ഡ്രീം എന്ന് പറയുന്നത് കോളേജിൽ പോകുന്നതും ഡിഗ്രി സമ്പാദിക്കുന്നതുമാണോ? അത് കുറച്ചു പേരിൽ പ്രവർത്തിക്കുമെന്ന് നമുക്കറിയാം. എത്ര പേരിൽ? ഡോക്ടർമാർ, അഭിഭാഷകർ, അമേരിക്കയിലെ ഗവൺമെന്റ്, കോർപ്പറേറ്റ് മേഖലയിലുള്ള ഇന്ത്യൻ ചീഫുമാർ എന്നിവരുടെ കാര്യത്തിലൊക്കെ ഇത് സത്യമായിരിക്കാം. ഭാവിയിൽ ഇതങ്ങനെ തന്നെ ആയിരിക്കുമോ? കോളേജ് ഗ്രേഡുള്ള എത്ര പേർക്ക് തങ്ങൾക്കിഷ്ടപ്പെട്ട മേഖലയിൽ ജോലി ലഭിക്കുന്നുണ്ട്? 10 വർഷത്തിന് ശേഷവും എത്ര പേർ ആ ജോലിയിൽ തന്നെ തുടരുന്നുണ്ട്? ചുരുങ്ങിയത് 5 വർഷത്തേക്ക് 100-ലൊരാളെങ്കിലും പിടിച്ചു നിൽക്കുന്നുണ്ടോ? അമേരിക്കൻ ഡ്രം എന്ന് പറയുന്നത് നല്ലൊരു ജോലി സമ്പാദിക്കുകയാണോ? ജീവിക്കാൻ വേണ്ടി ജോലിയെടുക്കുകയാണോ? നിങ്ങളുടെ മൂല്യത്തിനനുസരിച്ച് സമ്പാദിക്കാൻ സാധിക്കുന്ന, സാമ്പത്തികമായി സ്വതന്ത്രനാകാൻ സാധിക്കുന്ന, ആത്മസംതൃപ്തി ലഭിക്കുന്ന, സ്വാതന്ത്ര്യം ലഭിക്കുന്ന, പണത്തിനു വേണ്ടി നിങ്ങളുടെ സമയം പകരം നൽകുന്ന ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കുമോ? ആദ്യമായി ഹൃദയാഘാതമുണ്ടാകുന്ന പകുതിയിലധികം ആളുകൾക്കും രാവിലെ 8 മണിക്കും 10 മണിക്കും ഇടയിലാണ് അത് ഉണ്ടാകാനുള്ള സാധ്യതയെന്ന് നിങ്ങൾക്കറിയാമോ? അതായത് നിങ്ങൾ ജോലിയിലേക്ക് തിരികെ പോകുന്നതിനേക്കാൾ സാധ്യത മരിക്കാനുണ്ടെന്നുള്ളതാണ്. കോർപ്പറേറ്റ് അമേരിക്കയിൽ വിധേയത്വമില്ല, സുരക്ഷയുമില്ല. ജനറൽ മോട്ടോഴ്സ് 30,000-ഓളം തൊഴിലാളികളെ പിരിച്ചുവിട്ടു. ഫോർഡ് ആകട്ടെ വടക്കേ അമേരിക്കയിലെ ഒരു ഡസനിലധികം ഫാക്ടറികൾ അടച്ചുപൂട്ടി. ചൈനയും ഇന്ത്യയും സുവർണ നഗരങ്ങൾ കണക്കെ വളർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ പ്രധാനപ്പെട്ട G8 വ്യാവസായിക രാജ്യങ്ങളാകട്ടെ 20% തൊഴിലില്ലായ്മ എന്നതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. സ്പെയിൻ, ജർമ്മനി, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ ഇപ്പോൾ തന്നെ തൊഴിലില്ലായ്മ നിരക്ക് അത്രയും എത്തിയിട്ടുണ്ട്. സ്വന്തമായി ഒരു ബിസിനസ് എന്നതിനെക്കുറിച്ച് എന്ത് പറയുന്നു? അതൊരു അമേരിക്കൻ ഡ്രീം ആണോ? ഞാനൊന്ന് ശ്രമിച്ചു നോക്കി. $1 ദശലക്ഷത്തിലധികം ഉണ്ടാക്കി. പക്ഷേ അതുണ്ടാക്കാൻ എനിക്ക് $1.2 മില്യൺ ചെലവ് വന്നു. ചെറുകിട ബിസിനസ്സുകളിൽ 90%വും ആദ്യത്തെ വർഷം തന്നെ പരാജയപ്പെടുമെന്ന് നിങ്ങൾക്കറിയാമോ? അതിജീവിക്കുന്നവരിൽ 80%വും അടുത്ത 5 വർഷത്തിനുള്ളിൽ അടച്ചുപൂട്ടും. ബാക്കിയുള്ളവരിൽ 80%വും 10 വർഷത്തിനപ്പുറത്തേക്ക് കടക്കാറില്ല. ഇതിനർത്ഥം 100 ചെറുകിട ബിസിനസ്സുകളിൽ ഒരെണ്ണം മാത്രമാണ് ഒരു ദശകത്തിനപ്പുറത്തേക്ക് അതിജീവിക്കാറുള്ളത്. ഒരു പരമ്പരാഗത ചെറുകിട ബിസിനസ് ഉടമസ്ഥനാകുന്നതുകൊണ്ട് അമേരിക്കൻ ഡ്രീം നേടിയെടുക്കാനില്ലെന്ന് തോന്നുന്നുണ്ടല്ല. ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞത് പരമ്പരാഗത ബിസിനസ്സുകളെ കുറിച്ചാണ്. നാം ജീവിക്കുന്ന സമയം അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെടുന്ന സാധാരണമായൊരു കാലത്താണ് നാം ജീവിക്കുന്നത്. പുതിയതും മികച്ചതും വ്യത്യസ്തവുമായ വഴികൾ ആവശ്യപ്പെടുന്ന ഒരു കാലം. പല ആശയങ്ങളും ഉണ്ടായി വളർന്ന് വലുതാകുവാൻ 50 വർഷത്തോളം എടുത്തിരുന്നു. ഇന്നത് 5 വർഷമോ അതിൽ കുറവോ മാത്രമേ എടുക്കുന്നുള്ളൂ. ഉദാഹരണത്തിന് റേഡിയോയ്ക്ക് 50 മില്യൺ ശ്രോതാക്കളുണ്ടാകാൻ 38 വർഷമെടുത്തപ്പോൾ ടിവിക്ക് 50 മില്യൺ എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ 13 വർഷമേ എടുത്തുള്ളൂ. എന്നാൽ ഇന്റർനെറ്റിന് 50 മില്യൺ ഉപഭോക്താക്കൾ എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ വെറും 4 വർഷമേ വേണ്ടിവന്നുള്ളൂ. എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. വമ്പൻ വിജയഗാഥകൾ വളരെ കുറച്ചു കാലത്തിനുള്ളിൽ കാലഹരണപ്പെട്ടേക്കാവുന്നത്ര വേഗത്തിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏറ്റവും അടുത്ത കാലത്തുണ്ടായ ഉദാഹരണമിതാ. VHS റെക്കോർഡുകൾ. 1980കളിലോ മറ്റോ നിങ്ങൾക്ക് VHS റെക്കോർഡുകൾ നിർമ്മിക്കുന്ന കമ്പനിയുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ സമ്പന്നനാകാനുള്ള സാധ്യത കൂടുതലായിരുന്നു. പല മടങ്ങ് ലക്ഷാധിപതി ആയേനെ. എന്നാൽ ഇന്ന് അവ കാലഹരണപ്പെട്ടിരിക്കുന്നു. ഡിവിഡിയുടെ വരവോടെ വിസാറുകൾ നിങ്ങളുടെ എന്റർടൈൻമെന്റ് ഷെൽഫുകളിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെട്ടിരിക്കുന്നു. DVD പ്ലെയറുകൾക്ക് കുറച്ച് സ്ഥലം മതി. മികച്ച ശബ്ദവും ദൃശ്യവും ലഭിക്കുകയും ചെയ്യും. കൂടുതൽ ഓപ്ഷനുകളുമുണ്ട്. ഉപയോഗിക്കാൻ എളുപ്പമാണ്. അങ്ങനെ പല പല ഗുണങ്ങളുണ്ട്. ആദരാഞ്ജലികൾ VHS. ഞാനിതിടുമ്പോൾ ഡിവിഡികൾ വിപണിയിൽ രാജാക്കന്മാരായി വാഴുകയാണ്. എന്നാൽ ഇലക്ട്രോണിക് മേഖലയിൽ മാറ്റങ്ങൾ കണ്ണടച്ച് തുറക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. ചൈന ഡിവിഡിയുടെ ചരമക്കുറിപ്പ് എഴുതുന്ന തിരക്കിലാണ്. ഹൈ ഡെഫിനിഷൻ EVD എൻഹാൻസ്ഡ് വെർസറ്റൈൽ ഡിസ്ക് കൊണ്ട് ഡിവിഡിക്ക് പകരം വെക്കാനാണ് അവരുടെ ഉദ്ദേശം. ലോകത്തിന്റെ ഏതെങ്കിലും കോണിലെ ഒരു ലാബിലിരുന്നുകൊണ്ട് ഏതെങ്കിലും ടെക്നോനോർഡുകൾ വികസിപ്പിച്ചെടുക്കുന്ന സാങ്കേതിക വിദ്യകൾ ക്രമേണ ഡിജിറ്റൽ ടെക്നോളജിയെയും കളത്തിന് പുറത്തേക്ക് ചവിട്ടിത്തെറിപ്പിക്കും. ഇത് വിശ്വസിച്ചോളൂ. നിങ്ങൾക്ക് ആ ചിത്രം കാണാൻ സാധിക്കുന്നുണ്ടോ? ഭാവി എന്നത് ഇപ്പോഴാണ്. മാന്യരെ, മഹതികളെ, നാളുകൾ ഇന്ന് തന്നെ സംഭവിക്കുന്നു. നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ ഏറെ പിറകിലായി പോകും. 1-2 അടി പിറകിലല്ല, മൈലുകളോളം പിറകിൽ. നിങ്ങൾക്കൊരിക്കലും പിടികൂടാനാകാത്ത വിധം വേഗത്തിലാണ് കാര്യങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, നിങ്ങൾ നിലവിലൊരു കമ്പനിയുടെ ഉന്നത സ്ഥാനത്തല്ല ഉള്ളതെങ്കിൽ ഇനിയുള്ള കാലത്ത് അവിടെയെത്താനുള്ള സാധ്യത 10,000-ൽ 1 ബാക്കിയുള്ളത് എയർപോർട്ട് ലഗേജ് ചെക്കർമാരെ പോലെയുള്ള തീർത്തും അനാകർഷകമായ ഗവൺമെന്റ് ജോലികൾ അല്ലെങ്കിൽ ചില കുറഞ്ഞ സംതൃപ്തിയില്ലാത്ത സേവന ജോലികൾ മാത്രമാണ്. മാറിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഏറ്റവും മികച്ചതിനു വേണ്ടി കാത്തിരിക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്.
എന്നാൽ ഭാവിയിൽ ഇത് എവിടെ നിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. നിങ്ങൾക്ക് ചുറ്റും നോക്കൂ, ഇതിപ്പോൾ തന്നെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. myspace.com, facebook.com, youtube.com 20,530 നിക്ഷേപിച്ചുകൊണ്ട് ഭാവിയിലേക്ക് പ്രവർത്തിക്കുന്നു. .com എപ്പോൾ വേണമെങ്കിലും പൊട്ടാവുന്ന ഒരു കുമിളയാണ്. ഉദാഹരണത്തിന് 3 പേർ ചേർന്ന് ആരംഭിച്ച യൂട്യൂബ് 1 വർഷത്തിന് ശേഷം $1.62 ബില്യൺ ഗൂഗിളിന് വിറ്റു. വമ്പൻ സംഭവമല്ലേ? ഒരു കമ്പ്യൂട്ടർ പുഴു ആയിരുന്നാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നില്ലേ? യോഗി ബെറയുടെ വാക്കുകളിൽ പറഞ്ഞാൽ ഭാവിയെന്നത് ഒരിക്കലും ഇപ്പോഴായിരിക്കില്ല. മാറിക്കൊണ്ടിരിക്കുന്ന അമേരിക്കൻ തൊഴിലിടം. ബിഗ് സ്റ്റീൽ പോലുള്ള വൻകിട വ്യവസായങ്ങൾ തിരികെ വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? 20 മനുഷ്യർക്ക് പകരം ജോലി ചെയ്യാനായി അവർക്ക് നൽകുന്ന പണത്തിന്റെ പകുതി പോലും ചെലവില്ലാത്ത ഒരു റോബോട്ടിനെയോ തെറ്റുകൾ വരുത്താത്ത ഒരു മെഷീനെയോ പകരം കിട്ടിയാൽ ആരാണ് അത് ഉപയോഗിക്കാത്തത്? പ്രത്യേകിച്ച് അത് മികച്ച രീതിയിൽ ജോലിയെടുക്കുക കൂടി ചെയ്താൽ. ഡെട്രോയിറ്റിലോ പിറ്റ്സ്ബർഗിലോ അല്ലെങ്കിൽ ക്ലീവ്ലാൻഡിലോ ഉള്ള ഉയർന്ന ശമ്പളം നൽകുന്ന ഒരു കമ്പനിയിൽ ജോലിക്കായി ശ്രമിച്ചു നോക്കൂ. അതിനെ അവർ വിളിക്കുന്ന കാരണം റസ്റ്റ് ബെൽറ്റ് എന്നാണ്. നീലക്കോളർ ജോലികൾക്ക് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന കാര്യം നാം അഭിമുഖീകരിച്ചേ പറ്റൂ. ഞാൻ അതിശയോക്തി പറയുകയാണെന്ന് കരുതുന്നുണ്ടോ? ഫോർഡ് മോട്ടോർ കമ്പനി 75,000 അമേരിക്കൻ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കാൻ പദ്ധതിയിടുന്നു. 2012ഓടെ വടക്കേ അമേരിക്കയിലെ ഒരു ഡസനിലധികം ഫാക്ടറികൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചു. അവരുടെ ഹൈ എൻഡ് ബ്രാൻഡുകളായിരുന്ന ജാഗ്വർ, ലാൻഡ് റോവർ, ലിങ്കൺ എന്നീ 3 വിഭാഗങ്ങൾ നിർത്തലാക്കാൻ തീരുമാനിച്ചു. GM ആകട്ടെ 14 പ്ലാന്റുകൾ അടച്ചുപൂട്ടുക വഴി യുഎസിലും കാനഡയിലും 30,000-തോളം തൊഴിലവസരങ്ങൾ സ്ഥിരമായി ഇല്ലാതാക്കി. തെളിവ് ഒരിക്കൽ സുരക്ഷിതമായിരുന്ന ജോലികൾ എന്നേക്കുമായി നഷ്ടപ്പെട്ടാൽ അതാണ് തുടക്കം. അപ്പോൾ വൈറ്റ് കോളർ ജോലികളുടെ കാര്യമോ? ഒരു ബ്യൂറോക്രാറ്റിക് വാക്കുകൊണ്ട് ഞാനതിന് ഉത്തരം നൽകാം: ഔട്ട് സോഴ്സിംഗ്. വരും ദശകത്തിൽ ഇന്ത്യ കാരണം യുഎസിലെ 6 മില്യൺ പേർക്ക് ഉയർന്ന വരുമാനമുള്ള വൈറ്റ് കോളർ ജോലികൾ നഷ്ടപ്പെടും. കാൾ സെന്ററുകൾ മാത്രമല്ല, മൊത്തം ഇൻഫോടെക് വകുപ്പും ഇന്ത്യയിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്യുകയാണ്. അക്കൗണ്ടിംഗ് സേവനങ്ങൾ, ഹെൽത്ത് കെയർ സേവനങ്ങൾ, ബാങ്കിംഗ്, ബാക്ക് ഓഫീസ് സപ്പോർട്ട്, സോഫ്റ്റ്വെയർ ഡിസൈനും പ്രൊഡക്ഷനും, എന്തിനേറെ പറയുന്നു സിനിമ വരെ ഉന്നതങ്ങളിലുള്ള വമ്പൻ പൂച്ചകൾക്ക് പണം ലാഭിക്കാനും ലാഭം കൂട്ടാനുമുള്ള പ്രയത്നങ്ങളാണ്. സിഇഒ എന്ന ബാഡ്ജുള്ള ഹെഡ്ജ് ഫണ്ട് മാനേജർമാർ അവരുടെ സ്റ്റോക്കുകൾ വാങ്ങുന്നതോടെ കൂടുതൽ ഒതുക്കമുള്ളവരായി മാറുന്നു. പണക്കാർ കൂടുതൽ പണക്കാരായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ പാവപ്പെട്ടവരോ? നമുക്കെല്ലാവർക്കും ഇതിന്റെ ഉത്തരമറിയാം. കോളേജ് ഡിഗ്രികൾ, കോർപ്പറേറ്റ് കരിയറുകൾ, ചെറുകിട ബിസിനസ്സുകൾ, ബ്ലൂ കോളർ ജോലികൾ, വൈറ്റ് കോളർ ജോലികൾ, ഇവയെല്ലാം അണ്ടർ എംപ്ലോയ്മെന്റിലേക്കും വിദേശത്തേക്കുമാണ് പോകുന്നത്. എവിടെ നിന്ന് ആളുകൾക്ക് അമേരിക്കൻ ഡ്രീം തിരികെ പിടിക്കാനാകും? എന്താണ് അവശേഷിക്കുന്നത്? ജോലിക്കും ജീവിതത്തിനും ബാക്കിയായ വഴിയെന്ന് പറയുന്നത് മൾട്ടിലെവൽ മാർക്കറ്റിംഗ്, MLM അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്. ജോലിയും സേവനവും ഒരുമിച്ച് വിതരണം ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി ഇതാണ്. ജോലിക്കും ജീവിതത്തിനുമുള്ള ഏറ്റവും മികച്ചതും പുതിയതുമായ വഴി. ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും മാറ്റിമറിക്കുമെന്ന് തെളിയിക്കപ്പെട്ട വ്യവസായം. ഒരു ശരാശരിക്കാരന് അമേരിക്കൻ ഡ്രീം നേടിയെടുക്കാനുള്ള വഴി, അതിനെക്കുറിച്ചാണ് ഈ പുസ്തകം പറയുന്നത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ സത്യം അറിയേണ്ടത് നിങ്ങളുടെ അവകാശമാണ്. 3 തരത്തിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നിങ്ങളുടെ ഭാവിയാകാം. അത് സംഭവിക്കാൻ പ്രവർത്തിക്കുന്ന ഒരാളാകാം, അല്ലെങ്കിൽ അത് സംഭവിക്കുന്നത് നിരീക്ഷിക്കുന്നവരിൽ ഒരാളാകാം, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നിരീക്ഷിക്കുന്നവരിൽ ഒരാളാകാം. ഇത് ലളിതമാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലൂടെ അസാധാരണമായ ജീവിത സാഹചര്യങ്ങൾ നേടിയെടുത്ത ദശലക്ഷക്കണക്കിന് വരുന്ന സ്ത്രീകളോ പുരുഷന്മാരിലോ ഒരാളായിരിക്കാം നിങ്ങൾ. അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിലെന്ന് കരുതുന്നവരിൽ ഒരാളുമാകാം. 21ാം നൂറ്റാണ്ടോടെ നിങ്ങൾ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റർ ആകുന്നില്ലെങ്കിൽ അവരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന ദശലക്ഷക്കണക്കിന് ആളുകളിലൊരാളായി നിങ്ങൾ മാറുമെന്നതിന് ഞാൻ ഗ്യാരണ്ടി നൽകും. അവർ വാങ്ങാനുദ്ദേശിക്കുന്ന സാധനങ്ങളുണ്ടാക്കാം, അവ വിതരണം ചെയ്യാം, അല്ലെങ്കിൽ അതിനായി കാത്തിരിക്കാം. ധീരമായ ഒരു സംഭാഷണമല്ലേ? അതേ, ഏറ്റവും ദീർഘമായത്. എന്റെ കഥ നിങ്ങൾക്കറിയാമോ? നിങ്ങളിൽ പലരെയും പോലെ എന്നിൽ നിന്നും അമേരിക്കൻ ഡ്രീം മോഷ്ടിക്കപ്പെട്ടുവെന്ന് ഞാനും പറഞ്ഞിരുന്നു. ആദ്യമുണ്ടായ വയറ്റിൽ നിന്നുള്ള ആന്തൽ ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. തകർന്നു പോയിട്ടുണ്ട്. ബില്ലുകൾ അടയ്ക്കാൻ സാധിക്കാതെ, കുട്ടികളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനാകാതെ, അവധിക്കാലം ആഘോഷിക്കാനാകാതെ, ഭാവിയില്ലാതെ, സന്തോഷിക്കാനൊന്നുമില്ലാതെ കടുത്ത ദേഷ്യത്തിലും നിരാശയിലും ജീവിച്ചിട്ടുണ്ട്. ഇതൊന്നും മാറ്റാൻ സാധിക്കുന്നില്ലല്ലോ എന്നോർത്ത് നിസ്സഹായനായി പോയിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിനെ കുറിച്ച് കേൾക്കുന്നത്. പക്ഷേ എല്ലാവരെയും പോലെ ഞാനും അതിന് സംശയദൃഷ്ടിയോടെയാണ് നോക്കിക്കണ്ടത്. കേൾക്കുമ്പോൾ അത് മികച്ച ഒരു സത്യമായി തോന്നിയെങ്കിലും എനിക്ക് അതൊരു പിരമിഡ് സ്കീം പോലെ മറ്റൊരു വിൽപ്പന തട്ടിപ്പാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇത് പരീക്ഷിച്ചു നോക്കുന്നതിന് എനിക്ക് ചെലവൊന്നുമില്ലായിരുന്നു. ഇനിയിപ്പോൾ ഇത് സത്യമാണെങ്കിലോ, എന്റെ സ്വപ്നത്തിലേക്കുള്ള യഥാർത്ഥ ടിക്കറ്റ് ഇതാണെങ്കിലോ? എന്നാൽ എനിക്കാകട്ടെ ഒരു നഷ്ടം കൂടി താങ്ങാനുള്ള ശേഷിയുമില്ല. മനസ്സൊരു പാരച്യൂട്ട് പോലെയാണ്, തുറക്കാതെ അതൊരിക്കലും പ്രവർത്തിക്കില്ല. അതുകൊണ്ട് കാര്യങ്ങളെ തുറന്ന മനസ്സോടെ സമീപിക്കാൻ ഞാൻ തീരുമാനിച്ചു.
എന്റെ സംശയങ്ങളും അവിശ്വാസവുമെല്ലാം ചുരുട്ടിക്കെട്ടി വെച്ചുകൊണ്ട് ഞാൻ തലയുയർത്തി നോക്കി. കണ്ണു തുറന്നപ്പോൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വളരെ ലളിതമാണെന്ന് ഞാൻ കണ്ടു. എനിക്ക് മാത്രമല്ല, ഒരു ഇൻഷുറൻസ് ടെസ്റ്റ് പാസ്സാകാത്ത ദിവസം 300 രൂപ കൂലി വാങ്ങുന്ന ഒരു തൊഴിലാളിക്ക് പോലും ഇത് ചെയ്യാനാകുമെന്ന് ഞാൻ കണ്ടെത്തി. സഹായിക്കാൻ ധാരാളം ആളുകൾ, ആയിരക്കണക്കിന് വരുന്ന ആളുകളുടെ ജീവിതത്തിലേക്ക് വളരെ ശക്തവും പോസിറ്റീവുമായ ഒരു മാറ്റം കൊണ്ടുവരാൻ സഹായിക്കുന്നു. ഒപ്പം ഞാൻ സ്വപ്നം കണ്ടിരുന്നതിലുമധികം പണം സമ്പാദിക്കാൻ ഇത് സഹായിക്കുന്നു. പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നുവെന്ന് ആരാണ് പരിഗണിക്കുക? ഞാൻ എന്ത് ചിന്തിക്കുന്നുവെന്ന് ആളുകൾ കരുതും. പ്രധാന ചോദ്യം നിങ്ങൾ എന്ത് കരുതുന്നു എന്നാണ്. നിങ്ങളുടെ മാത്രം അഭിപ്രായം പരിഗണിക്കുക. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ? നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നിങ്ങൾക്ക് വിജയിക്കാനാകുമോ? എനിക്കറിയില്ല. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, നിങ്ങൾ തീർച്ചയായും നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ സത്യം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എന്നുവച്ചാൽ ഇനി ഈ പരമമായ സത്യം അറിഞ്ഞിരിക്കുന്നതിന് നിങ്ങൾക്കുണ്ടാകുന്ന ചെലവ് എത്രയാണ്? പരമാവധി ഈ ബുക്കിന്റെ വിലയും അത് വായിക്കാനെടുക്കുന്ന സമയവുമാണ്. പണവും സമയവും അതിമനോഹരമായി ചെലവഴിക്കുക. അതാണ് ഇതിലുള്ള ഉറപ്പ്. എന്റെ അഭിപ്രായത്തിൽ ഭാവിയിലെ തരംഗമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. എന്റെ അഭിപ്രായത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യം മടക്കിത്തരുന്നവയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. എന്റെ അഭിപ്രായത്തിൽ എന്നെയും നിങ്ങളെയും പോലെ ശരാശരിക്കാരായ ആളുകൾക്ക് ഉയർന്ന നിലവാരത്തിലുള്ള ജീവിതം ജീവിക്കുവാനുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച വഴിയാണ്, ചിലപ്പോൾ ഒരേ ഒരു വഴിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. പക്ഷേ ഇതെന്റെ അഭിപ്രായം മാത്രമാണ്. റഷ്യൻ എഴുത്തുകാരനായ ഇവാൻ ടർനേവ് തന്റെ പ്രശസ്തമായ ഫാദേഴ്സ് ആൻഡ് സൺസ് എന്ന പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ഒരു വ്യക്തിയുടെയും അഭിപ്രായം ഞാൻ പങ്കുവയ്ക്കുന്നില്ല. എനിക്ക് എന്റേതായ അഭിപ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നിങ്ങളുടെ സ്വന്തം അഭിപ്രായത്തിനാണ് വില. അതായത് എന്റെ അഭിപ്രായം എന്താണ് എന്നതിലല്ല കാര്യം, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കണ്ടെത്തുക എന്നതിലാണ്. നിങ്ങൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിനെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നതിലാണ് കാര്യം. ചുരുക്കി പറഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് വേണ്ടി എന്തുണ്ടെന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തണം. ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നത്, ആരാണ് അമേരിക്കൻ ഡ്രീം മോഷ്ടിച്ചത് എന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയും അതിനുശേഷം അത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലൂടെ തിരികെ പിടിക്കാമെന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കുകയും ചെയ്താൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നിങ്ങൾക്ക് ചേരുന്ന വാഹനമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. പരാതികൾക്ക് സ്ഥാനമില്ല. ഈ മേഖലയെക്കുറിച്ച് അന്വേഷിക്കാതിരുന്നതിന് നിങ്ങൾക്കൊക്കെ ഓരോ ന്യായങ്ങളുണ്ടാകും. സമയമില്ല, ഇതെനിക്ക് പറ്റിയതല്ല, പ്രായമായി, പുതിയ കാര്യങ്ങൾ പഠിക്കാനാകില്ല, അങ്ങനെ. പുല്ലുവെട്ടാനുള്ള യന്ത്രം ചോദിച്ച അടുത്ത വീട്ടിലെത്തിയ ഒരു യുവാവിന്റെ കഥയാണ് ഇത്തരം മുടന്തൻ ന്യായങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കുന്നത്. തന്റെ പുല്ലുവെട്ടുന്ന യന്ത്രം കേടായത് കാരണം അയൽക്കാരനോട് അയാളുടെ ലോൺ മോവർ കടം വാങ്ങാൻ ചെന്ന യുവാവിനോട് അയൽക്കാരൻ പറയുന്നത് തന്റെ ഭാര്യ ബീഫ് കറി വെക്കുകയാണെന്നും അതിനാൽ യന്ത്രം നൽകാനാകില്ലെന്നുമാണ്. ഇന്തെന്ത് ന്യായം എന്ന് യുവാവ് ആശ്ചര്യപ്പെടുമ്പോൾ അയൽക്കാരൻ പറയുന്നത് തന്റെ യന്ത്രം കടം നൽകാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഏത് ന്യായവും അവിടെ വിലപ്പോകുമെന്നാണ്. നഷ്ടപ്പെടാൻ ഒന്നുമില്ല. നിങ്ങളെന്ത് പറയുന്നു? ഈ മേഖലയെക്കുറിച്ച് അറിയുന്നത് ഒഴിവാക്കാൻ ന്യായങ്ങൾ തിരയുകയാണോ? നിങ്ങൾ ചെലവാക്കിയ പണമെല്ലാം നിങ്ങൾ തന്നെ സമ്പാദിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് അത് ആസ്വദിക്കുവാനുള്ള സമയവും സ്വാതന്ത്ര്യവും ഉണ്ട്. ഒരു വിജയിച്ച നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ സാധ്യതകളെക്കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമില്ല. എന്നാൽ നിങ്ങൾ ഞങ്ങളിൽ ഭൂരിഭാഗം പേരെ പോലെയാണെങ്കിൽ വളരെ വേഗം വളരുന്ന ഈ മേഖലയെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കെല്ലാം നേടിത്തരുകയും ഒന്നും നഷ്ടപ്പെടുത്താതിരിക്കുകയും ചെയ്യും. ഇപ്പോഴല്ലാതെ ഇതിനെക്കുറിച്ച് പഠിക്കാൻ മികച്ച ഒരു സമയമില്ല. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിനെക്കുറിച്ച് പഠിക്കാൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞുവെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം ഇതായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം തിരികെ ഏറ്റെടുത്തിരിക്കുന്ന നിമിഷമാണ് ഇത്. അമേരിക്കൻ ഡ്രീമിന്റെ സ്വാതന്ത്ര്യവും സുരക്ഷയും സന്തോഷവുമൊക്കെ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന നിമിഷമാണ് ഇത്. എല്ലാത്തിലും മികച്ചതായി നിങ്ങൾ അമേരിക്കൻ ഡ്രീം ഉണ്ടാക്കാൻ പോകുന്ന നിമിഷമാണിത്. പേസ് 1. അമേരിക്കൻ ഡ്രീം. 01. അമേരിക്കൻ ഡ്രീം എന്ന കെട്ടുകഥ. അമേരിക്ക ചെറിയ സ്വപ്നങ്ങളുള്ളവർക്കുള്ളതല്ല. പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ. എന്താണ് അമേരിക്കൻ ഡ്രീം? അമേരിക്കൻ ഡ്രീം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്കോരോരുത്തർക്കും നമ്മുടേതായ ധാരണ ഉണ്ടായിരിക്കും. 1 ദശലക്ഷം ആളുകളോട് അവരുടെ സ്വപ്നത്തെക്കുറിച്ച് ചോദിച്ചാൽ നമുക്ക് 1 ദശലക്ഷം വ്യത്യസ്തമായ, അനുപമമായ, വ്യക്തിപരമായ ചിത്രങ്ങളാകും ലഭിക്കുക. എന്നിരുന്നാലും ഇതെല്ലാം എത്ര വ്യത്യസ്തമായാലും അതിൽ പൊതുവായ ചില കാര്യങ്ങൾ കാണാനായി സാധിക്കും. നമുക്കെല്ലാവർക്കും വേണ്ടത് നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും സ്വാതന്ത്ര്യവും സുരക്ഷയുമാണ്. നമുക്കിപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ പണം വേണം. നമുക്ക് ആരോഗ്യവും സന്തോഷവും വേണം. എന്തെങ്കിലും അർത്ഥവത്തായിട്ടുള്ളതും പ്രചോദനാത്മകവുമായ കാര്യങ്ങൾ ചെയ്യണം. സ്വയം സഹായിച്ചുകൊണ്ട് മറ്റുള്ളവർക്കും സഹായകമാകാൻ കഴിയണം. അടിസ്ഥാനപരമായി നമുക്കില്ലാത്തതെല്ലാമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് കൂടുതൽ പണം വേണം. ആ പണം കൊണ്ട് വാങ്ങാവുന്ന സാധനങ്ങൾ ആസ്വദിക്കാൻ കൂടുതൽ സമയം വേണം. നിങ്ങളുടെ കാര്യത്തിലും ഇത് ശരിയല്ലേ? സത്യം പറഞ്ഞാൽ നമ്മിൽ ഭൂരിഭാഗം പേർക്കും നമുക്കിഷ്ടപ്പെടുന്ന ഒരിടത്ത്, ഒരു വീട് അല്ലെങ്കിൽ നാം ഇഷ്ടപ്പെടുന്ന അയൽപക്കം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. കാരണം നമുക്കത് താങ്ങാനാകില്ല എന്നത് തന്നെ.
ഇന്ന് ദശലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ സ്വപ്നത്തിന് അനുസരിച്ചല്ല ജീവിക്കുന്നത്. സത്യമല്ലേ? അമേരിക്കൻ ഡ്രീമിനെക്കുറിച്ചുള്ള സത്യങ്ങൾ. മറ്റെന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്? നമ്മുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം, പഴയതും പുതിയതുമായ സുഹൃത്തുക്കളോട് സമയം ചെലവഴിക്കുക, യാത്ര, അവധിക്കാലം, വിനോദം, റിക്രിയേഷൻ, ഡിന്നറിന് പുറത്തു പോവുക, നമ്മുടെ സ്വപ്നങ്ങൾ തിരിച്ചറിയുന്ന എല്ലാ വസ്തുക്കളും സാധ്യതകളും സ്വന്തമാക്കുക. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? അവസാനം നമുക്ക് വേണ്ട കാർ നാം സ്വന്തമാക്കുന്നു. അതിനുശേഷം നാം വീട്ടിൽ തന്നിരിക്കുന്നു. കാരണം പുറത്തു പോകുന്ന ചെലവ് നമുക്ക് താങ്ങാനാകുന്നില്ല. നിർഭാഗ്യവശാൽ നാം നമുക്ക് വേണ്ട ഒരു കാര്യം തിരഞ്ഞെടുക്കുകയും അതിനുവേണ്ടി ബാക്കിയുള്ളവയെല്ലാം ത്യജിക്കുകയും ചെയ്യുന്നു. നിസ്സാര കാര്യങ്ങൾക്കായി വിട്ടുവീഴ്ച ചെയ്യുന്നത് നമ്മുടെ ഒരു ജീവിതശൈലിയാണ്. ഇന്ന് ആളുകൾ അവർക്ക് ശരിക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് ശരിക്കും സാമർത്ഥ്യമുള്ള ജോലികൾ ജീവിക്കാനായി ചെയ്യുന്നില്ല. പലരും അവർക്കിഷ്ടമില്ലാത്ത ജീവിതത്തിൽ ചുറ്റിപ്പിടിച്ച് കിടക്കുന്നു. കാരണം അവർക്ക് ജീവിക്കാൻ ശമ്പളം ആവശ്യമാണ്. ഞാനത് ചെയ്തിട്ടുണ്ട്. മണിക്കൂറിന് $5.50 ആർക്കോ വേണ്ടി ഹൌസ് ബോട്ട് ഉണ്ടാക്കി നൽകിയിട്ടുണ്ട്. അയാളാകട്ടെ എന്നേക്കാൾ കൂടുതൽ തുകയുണ്ടാക്കുന്നു. ഒരാഴ്ചയിൽ ടിപ്പടക്കം $150 ഞാൻ കാത്തു നിൽക്കുന്നു. ജോലി ചെയ്യുന്നതിന് ഞാൻ വെറുക്കുന്നു. ജോലിക്ക് ശേഷമേ സുഹൃത്തുക്കളുമൊത്ത് കറങ്ങാൻ പോകാൻ സാധിക്കൂ. ഈ സമയത്താണ് ഞാൻ ശരിക്കും എന്നോട് ചോദിച്ചു തുടങ്ങിയത്, ഇത്രമാത്രം മതിയോ? പതിവായി ആ പാട്ട് എന്റെ ഉറക്കത്തിൽ ഞാൻ കേൾക്കാറുണ്ടായിരുന്നു. ഇത്രമാത്രം മതിയോ സുഹൃത്തേ? എന്റെ ജീവിതം കുഴികളിലായിരുന്നു. ഒരു മികച്ച അവസരത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഞാൻ ഭയപ്പെട്ടു. പക്ഷേ മണിക്കൂറിന് $5.50 എനിക്ക് വിലയുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ഞാൻ ആ ശമ്പളത്തെ മാത്രം ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. എന്നെ ആശ്രയിച്ച ഒരു കുടുംബമുണ്ട്. എവിടെയൊക്കെയോ കേട്ട് പരിചയം തോന്നുന്നില്ലേ? ഒരു വാഹനാപകടം അല്ലെങ്കിൽ ഗുരുതരമായ ഒരു രോഗം അവരെ പാപ്പരാക്കിയേക്കാം. സമ്മർദ്ദത്തിന് ഇതിനേക്കാൾ വലിയ കാരണം വേണോ? ഇത് തന്നെയാണ് കൂടുതൽ അസുഖങ്ങൾക്കും കാരണം. പണത്തെക്കുറിച്ചുള്ള ദുഃഖവും ഉത്കണ്ഠയും എന്ന് ഡോക്ടർമാർ തന്നെ പറയുന്നു. ഞെട്ടിപ്പിക്കുന്ന സത്യമെന്തെന്നാൽ സമ്പന്നനായ അമേരിക്കക്കാരൻ ഒരു സാധാരണ അമേരിക്കക്കാരനേക്കാൾ ആരോഗ്യവാനാണ്. അതെ, പണത്തിന് ആരോഗ്യം വാങ്ങാൻ സാധിക്കും. അതിൽ കൂടുതലും. സന്തോഷത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പലരും പറയുന്നത് പണം കൊണ്ട് വാങ്ങാൻ സാധിക്കാത്ത ഒരേയൊരു കാര്യമെന്നാണ്. എന്നാൽ ഇത് സത്യമല്ലെന്ന് നമുക്കെല്ലാം അറിയാം. ക്രിസ്തുമസ് ദിവസം ഒരു കുട്ടിയുടെ മുഖത്തേക്ക് നോക്കൂ. സ്വാതന്ത്ര്യം, സുരക്ഷ, പണം, ആരോഗ്യം, സന്തോഷം, ഇതിൽ ഏതെങ്കിലും 1-2 എണ്ണം മാത്രം തെരഞ്ഞെടുക്കപ്പെടാൻ നിർബന്ധിതരാകേണ്ടവരല്ല നാം. നമുക്കിതിനെല്ലാം അർഹതയുണ്ടെന്ന് ഞാൻ പറയുന്നു. താഴെ തട്ട്. അമേരിക്കൻ ഡ്രീമിന്റെ മൂലക്കല്ല് എന്നത് എപ്പോഴും സാമ്പത്തിക സുരക്ഷിതത്വമാണ്. അതായത് നിങ്ങൾ എപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവോ അപ്പോൾ അതിനുള്ള പണം. പണം മാത്രമാണ് നാം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതെന്ന് പറയാനാകില്ല. നമുക്കെല്ലാവർക്കും അറിയാം അത് പണം മാത്രമല്ല എന്ന്, പകരം പണത്തിന് വാങ്ങാനാകുന്നതാണ് എന്ന്. പ്രസിദ്ധനായ റെസ്റ്റോറന്റ് ഉടമ ടൂട്ട്സ് ഷോർ ഇടയ്ക്കിടെ പറയാറുണ്ട്, എനിക്കൊരു ലക്ഷപ്രഭു ആകേണ്ട, അങ്ങനെ ഒരാളെപ്പോലെ ജീവിച്ചാൽ മതിയെന്ന്. അത് സ്വാതന്ത്ര്യമാണ്. പണം കൊണ്ട് പള്ളികളും സ്കൂളുകളും പണിയുകയും കുട്ടികൾക്ക് വസ്ത്രം വാങ്ങുകയും ചെയ്യാം. ഇന്നത്തെ കാലത്ത് പണം കൊണ്ട് വാങ്ങാൻ കഴിയുന്ന മറ്റൊരു കാര്യം മികച്ച ആരോഗ്യമാണ്. അമേരിക്കയിലെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന മെഡിക്കൽ ചെലവുകൾ മൂലം സാധാരണക്കാരന് അടിസ്ഥാന ചികിത്സകൾ പോലും അപ്രാപ്യമായിരിക്കുന്നു. അസുഖം പോലും ആളുകൾക്ക് താങ്ങാനാകാത്ത ചെലവായി മാറിയിരിക്കുന്നു. മതിയായ ആരോഗ്യ ഇൻഷുറൻസിനുള്ള ചെലവ് എത്രയാണ് നിങ്ങൾക്കറിയാമോ? 50 ദശലക്ഷത്തിലധികം അമേരിക്കക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഇല്ല. ഇതിൽ തന്നെ 17% ആളുകൾ 65 വയസ്സിൽ താഴെയുള്ളവരാണ്. ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രത്തിൽ മികച്ച ആരോഗ്യവും മെഡിക്കൽ പരിചരണവുമില്ലെങ്കിലോ? മറ്റൊരാളുടെ നികുതി അടക്കാനും മെഡിക്കൽ ഇൻഷുറൻസ് ഇളവുകൾക്കുമായി നിങ്ങൾ മരണം വരെ ജോലി ചെയ്യേണ്ടി വന്നാലോ? ഇത് ലഭിക്കാനായി നിങ്ങൾ ബാക്കിയുള്ളതെല്ലാം നൽകേണ്ടിവരുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. യഥാർത്ഥ അമേരിക്കൻ ഡ്രീമെന്ന് പറയുന്നത് ഇതെല്ലാം ലഭിക്കുക എന്നുള്ളതാണ്. സങ്കടകരമായ സത്യമെന്തെന്നാൽ ഭൂരിഭാഗം ആളുകൾക്കും അവർക്ക് ജീവിതത്തിൽ വേണ്ടത് ലഭിക്കാനായി ഒരു ശ്രമം പോലും നടത്തുന്നില്ല എന്നതാണ്. അവരെ സംബന്ധിച്ച് അമേരിക്കൻ ഡ്രീം എന്നതൊരു കെട്ടുകഥ മാത്രമാണ്. വലിയൊരു വിഭാഗം ആളുകൾക്ക് അമേരിക്കൻ ഡ്രീം എന്നത് ഒരു ദുഃസ്വപ്നമായി മാറിയിട്ടുണ്ട്. വില കൊടുക്കേണ്ടിവരും. പീറ്റർ പാനിന്റെ രചയിതാവായ സർ ജെയിംസ് ബാരി ഒരിക്കൽ പറഞ്ഞു, സ്വപ്നങ്ങൾ സത്യമായി വരും. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തും സ്വന്തമാക്കാൻ സാധിക്കും. ബാക്കിയുള്ളതെല്ലാം അതിനായി ത്യജിച്ചാൽ. നിങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ? നമുക്ക് വേണ്ട ഒരു ചെറിയ കാര്യത്തിനായി നാം ബാക്കിയുള്ളതെല്ലാം ത്യജിക്കേണ്ടതുണ്ടോ? വായ്പ തിരിച്ചടവോ വാടകയോ നൽകാതിരിക്കുവാൻ നിങ്ങൾക്ക് എത്രത്തോളം സ്വാതന്ത്ര്യമുണ്ട്? സുരക്ഷിതത്വമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സന്തോഷമാണ് ഉണ്ടാവുക? നിങ്ങൾക്കറിയാമോ, അമേരിക്കയിൽ 1% താഴെ ആളുകൾ മാത്രമാണ് പ്രതിവർഷം $1 ലക്ഷം പുറത്തുണ്ടാക്കുന്നത്. സാമ്പത്തിക സുരക്ഷിതത്വത്തിലേക്ക് എത്തുവാൻ ഇനിയും കുറച്ചുകൂടി പോകേണ്ടതുണ്ട്. 02. എന്തുകൊണ്ട്? ഇത് അമേരിക്കയാണ്. നിങ്ങൾക്ക് ഇവിടെ എന്തും ചെയ്യാം. ടെഡ് ടർണർ, കേബിൾ ടിവി സ്ഥാപകൻ. വാൾട്ട് ഡിസ്നി ഒരിക്കൽ പറഞ്ഞു, നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമായി വരും, ധൈര്യം നമുക്കുണ്ടെങ്കിൽ. അത് മടിശീലയിലാക്കാനുള്ള. അദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിൽ
ആളുകൾക്കും അവരുടെ സ്വപ്നങ്ങൾക്കുമിടയിൽ നിൽക്കുന്ന ഒരേയൊരു കാര്യമെന്നത് അത് മടിശീലയിലാക്കാനുള്ള നമ്മുടെ ധൈര്യം മാത്രമാണ്. നമുക്ക് അതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. കുട്ടിയായിരിക്കുമ്പോൾ നാം സ്വപ്നം കണ്ടിരുന്ന ബാലിശമായ കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുന്നത് നമുക്ക് ധൈര്യമില്ലാത്തതുകൊണ്ടാണോ നർത്തകിയാകണം, അല്ലെങ്കിൽ ബേസ്ബോൾ കളിക്കാരൻ, ഡോക്ടർ, നടൻ, ബഹിരാകാശ യാത്രികൻ തുടങ്ങിയ സ്വപ്നങ്ങളും അഭിലാഷങ്ങളുമൊക്കെ ഉപേക്ഷിച്ച് നാം യുക്തിസഹമായ കാര്യങ്ങളോട് പൊരുത്തപ്പെടുന്നത്? ഒരു ബിരുദത്തിനു വേണ്ടി പ്രതിവർഷം $40,000 മുടക്കി ഹൈസ്കൂൾ ഗ്രേഡുകൾ നേടുന്നതും കോളേജ് പഠനം കഴിഞ്ഞ് ജോലി ലഭിക്കില്ലെന്ന് കണ്ടെത്തുന്നതും അവർക്ക് ധൈര്യമില്ലാത്തത് മൂലമാണോ? ഒരു ജോലി കണ്ടെത്തിയാൽ തന്നെ അത് കോളേജിൽ നിന്ന് നേടിയ ഡിഗ്രിക്ക് അനുസൃതമായിരിക്കില്ല. വർഷങ്ങൾ ചെലവാക്കി പഠിച്ച കാര്യങ്ങളൊക്കെയും അതെങ്ങനെ ചെയ്യണമെന്ന് പറയുന്നില്ല. അല്ലെങ്കിൽ അവർ ആസ്വദിച്ച് ചെയ്തിരുന്ന കാര്യങ്ങളൊന്നും അതിലുണ്ടാകില്ല. വലിയ ഭീമൻ വ്യവസായങ്ങൾ അടച്ചുപൂട്ടിയതിനെ തുടർന്ന് ദശലക്ഷക്കണക്കിന് ബ്ലൂകോളർ ജീവനക്കാരെ പിരിച്ചുവിട്ടത്. ബിസിനസ്സുകൾ അടച്ചുപൂട്ടിയതിനെ തുടർന്ന് വമ്പൻ കോർപ്പറേഷനുകൾ കൃഷിസ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടിയത്. പുതിയ സാങ്കേതികവിദ്യകൾ 10,000കണക്കിന് തൊഴിലുകൾ കാലഹരണപ്പെടുത്തിയതൊക്കെ ധൈര്യമില്ലായ്മ മൂലമാണോ? ഡെട്രോയിറ്റിലെ തൊഴിൽ രഹിതരായ മോട്ടോർ വാഹന തൊഴിലാളികൾ, പിറ്റ്സ്ബർഗിലെ സ്റ്റീൽ തൊഴിലാളികൾ, വെസ്റ്റ് വിർജീനിയയിലെ കൽക്കരി കന്നി തൊഴിലാളികൾ, ഹൂസ്റ്റണിലെ എണ്ണക്കന്നി തൊഴിലാളികൾ, വടക്കേ അമേരിക്കയിലുടനീളമുള്ള ആയിരക്കണക്കിന് കർഷകർ, ഇവർക്കൊക്കെ വാൾട്ട് ഡിസ്നിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ ധൈര്യമില്ലായ്മയായിരുന്നു. ജീവിതത്തിന്റെ നല്ലകാലം മുഴുവനും കമ്പനിക്ക് വേണ്ടി വിയർപ്പൊഴുക്കിയ കഠിനാധ്വാനികളും ഉത്സാഹശീലരും ആത്മാർത്ഥതയുള്ളവരുമായ ദശലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് നോർത്ത് വെസ്റ്റ് എയർലൈൻസിലെ പോലെ ശമ്പളം വെട്ടിക്കുറച്ചത്, യുണൈറ്റഡ് എയർലൈൻസ് പോലെ പെൻഷൻ ഇല്ലാതാക്കിയത്, ഡെൽ കമ്പ്യൂട്ടേഴ്സിലെ പോലെ സുരക്ഷിതമായ ജോലിയിൽ നിന്ന് പിരിച്ചുവിടൽ ഭീഷണി നേരിടേണ്ടി വന്നത്, അല്ലെങ്കിൽ ഫോർഡിലെയും ജിഎമ്മിലെയും ഡെൽഫിയിലെയും പോലെ കുറച്ചായിരം ഡോളറിനു വേണ്ടി തങ്ങളുടെ ജീവിതകാലം മുഴുവനുമുള്ള കരിയറുകൾ വിൽക്കേണ്ടിവരുന്നത് ധൈര്യമില്ലായ്മയായിരുന്നു. ഓഹരി വിപണികൾ റെക്കോർഡ് ലാഭം രേഖപ്പെടുത്തിയതിനു പിന്നാലെ വമ്പൻ കോർപ്പറേഷനുകൾ ഷെഡ്യൂളിംഗിന്റെ പേരിൽ വൻ ലോ ഓഫുകൾ നടത്തുന്നതിനെക്കുറിച്ച് എന്ത് പറയുന്നു? സിഇടി കോർപ്പിന്റെ ലാഭം തുടർച്ചയായി ഇരട്ടിച്ചതിന് തൊട്ടുപിന്നാലെ മുഴുവൻ ഡിപ്പാർട്ട്മെന്റുകളും ഇന്ത്യയിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്തു. ആഗോളവൽക്കരണം എന്നത് മൊത്തത്തിൽ ഒരു വിഴുങ്ങൽ പ്രക്രിയയായി മാറി. അമേരിക്കൻ തൊഴിലവസരങ്ങൾ മൊത്തം മണിക്കൂറിന് 20 സെന്റിന് ഏഷ്യയിലെയും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലെയും തൊഴിലാളികൾ വിഴുങ്ങി. ഒരു ഹൊറർ സിനിമയുടെ വിപണന മുദ്രാവാക്യം കടമെടുത്താൽ പാശ്ചാത്യരായ തൊഴിലാളികൾ ഭയപ്പെടണം, വളരെയധികം ഭയപ്പെടണം. വളരെയധികം മത്സരം നേരിടുന്ന റിയൽ എസ്റ്റേറ്റ്, ഇൻഷുറൻസ്, സെയിൽസ്, ഓട്ടോ ഡീലർഷിപ്പ്, ഹോട്ടലുകൾ, ഫുഡ് സർവീസുകൾ തുടങ്ങിയ മേഖലകളിൽ ദശലക്ഷക്കണക്കിന് സ്ത്രീ പുരുഷന്മാർ ശമ്പളത്തിൽ നിന്ന് ശമ്പളത്തിലേക്ക് കഷ്ടപ്പെടുന്നത് എന്തിനാണ്? ഇവർക്ക് അവരുടെ സ്വപ്നങ്ങൾ കൈപ്പിടിയിലാക്കാനുള്ള ധൈര്യമില്ലേ? 2 മില്യണോളം വരുന്ന അമേരിക്കക്കാർ 50 കുടുംബത്തിൽ 1 വീതം പാപ്പരാണെന്ന് അപേക്ഷിക്കാൻ നിർബന്ധിതരാകുന്നത് ധൈര്യമില്ലായ്മയാണോ? പെൻഷൻ വാങ്ങുന്ന ദശലക്ഷക്കണക്കിന് സ്ത്രീ പുരുഷന്മാർ അവരുടെ മെഡിക്കൽ ചെലവുകൾക്ക് പണം കണ്ടെത്താനായി വാൾമാർട്ടിലും കിൻഗോയിലും പണിയെടുക്കേണ്ടി വരുന്നത് ധൈര്യമില്ലായ്മയാണോ? തീർച്ചയായും അത് നമുക്കില്ലാതെ പോയ ധൈര്യമില്ലായ്മ തന്നെയല്ലേ. നമുക്ക് സ്വപ്നങ്ങളില്ലാതെ പോയത് അതുകൊണ്ടല്ലേ. നമ്മുടെ സ്വപ്നങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു? നിങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് നിങ്ങൾ ചിന്തിച്ചതുപോലെ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ, നിങ്ങൾ തിരഞ്ഞെടുത്ത വഴിയിലാണോ നിങ്ങൾ ജീവിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നത്? ഒരു കുട്ടിയായിരിക്കുമ്പോൾ നിങ്ങൾ സ്വപ്നം കണ്ടിരുന്നതാണോ നിങ്ങളിപ്പോൾ? ചോർത്തേജിനും എന്താണ് നിങ്ങൾ കോളേജിൽ പഠിച്ചത്? നിങ്ങളുടെ വർഷങ്ങളോളമുള്ള കഠിനാധ്വാനത്തിനും വിധേയത്വത്തിനും നിങ്ങൾക്ക് കമ്പനി പ്രതിഫലം നൽകിയിട്ടുണ്ടോ? ആഗ്രഹിച്ച രീതിയിൽ നിങ്ങൾക്ക് റിട്ടയർ ചെയ്യാൻ സാധിച്ചോ? റിട്ടയർമെന്റിന് ശേഷം സമയം ലഭിച്ചപ്പോൾ നിങ്ങളുടെ ജീവിതം കുടുംബത്തോടും സുഹൃത്തുക്കളോടുമൊത്ത് ആസ്വദിക്കാനാവശ്യമായ പണം ലഭിച്ചിട്ടുണ്ടോ? വാൾട്ട് ഡിസ്നിയുടെ അഭിപ്രായത്തിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാതെ പോകുന്നത് അതിനെ കൈപ്പിടിയിലൊതുക്കാൻ ധൈര്യമില്ലാത്തത് കൊണ്ടാണ്. ഇത് ശരിക്കും സത്യമാണോ? ശരിക്കും നമ്മൾ ഒരു കൂട്ടം ഭീരുക്കൾ മാത്രമാണോ? വിഡ്ഢിത്തം. നമ്മിൽ ഓരോരുത്തരുടെയും ഉള്ളിലൊരു അഗ്നിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടിസ്ഥാനപരമായ ഒരു അതിജീവന ശേഷി, അണഞ്ഞുപോയാലും അവിടെ നിന്ന് പൊരുതിക്കേറിവരാനുള്ള ഒരു ശേഷി. നമ്മളാരും തന്നെ ഭീരുക്കളല്ല. നമ്മുടെ സുഹൃത്തുക്കൾ, കുടുംബം, കുട്ടികൾ ആരും തന്നെ. നമ്മളിലാർക്കും ധൈര്യമില്ലായ്മ ഇല്ലെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. അതിനായി ഒരു ചർച്ചയുടെ ആവശ്യമില്ല. നാളെ നമ്മുടെ സ്വപ്നത്തിലേക്ക് ഓടിച്ചു കൊണ്ടുപോകാൻ 21ാം നൂറ്റാണ്ടിന് യോജിച്ച ഒരു വാഹനം മാത്രം മതി. അങ്ങനെയല്ലെങ്കിൽ ഈ ചിത്രത്തിലെന്താണ് ശരികേട്? ഞാൻ ചിന്തിക്കുന്നതെന്താണെന്നോ, നാമെല്ലാം നിരാശരാണ്. വസ്തുതയെന്തെന്നാൽ നാം നിരാശയേക്കാൾ കൂടുതൽ ആഴത്തിലാണ്, നാം കഠിനമായ ദേഷ്യത്തിലാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരുന്നതിൽ നാം അശക്തരാണ് എന്ന തോന്നലുണ്ടാകുന്നു. ചിലപ്പോൾ നിങ്ങളും ഞാനുമൊക്കെ കടന്നലുകളെ പോലെ ഭ്രാന്തരായേക്കാം. അതിൽ കൂടുതലൊന്നും ഇതിൽ ചെയ്യാനാകില്ലെന്ന് നമുക്ക് തോന്നും. കൂട്ടുകാരെ, അമേരിക്കൻ ഡ്രീം എന്ന് പറയുന്നത് ഒരു കെട്ടുകഥയല്ല. അതൊരു യാഥാർത്ഥ്യമാണ്, ശരിക്കും യാഥാർത്ഥ്യം. നിങ്ങളിൽ നിന്ന് സ്വപ്നത്തെ കവർന്നുകൊണ്ടു പോകാൻ ആരെയും അനുവദിക്കരുത്. നമ്മൾ ഭീരുക്കളല്ല. നമ്മൾ ഒരു കുറ്റകൃത്യത്തിന്റെ ഇരകളാണ്. ഒരു നൂറ്റാണ്ടിന്റെ കുറ്റകൃത്യം. ആരോ അമേരിക്കൻ ഡ്രീം മോഷ്ടിച്ചിരിക്കുന്നു.
അവർ നമ്മിൽ നിന്ന് കവർന്നത് അമേരിക്കൻ സ്വപ്നം മാത്രമായിരുന്നില്ല, കാരണം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ആ സ്വപ്നം അവിടെയുണ്ട്, എവിടെയോ ഉണ്ട്. അവർ കവർന്നത് ആ സ്വപ്നത്തെ നൽകുന്ന വാഹനമായിരുന്നു. അവർ കവർന്നത് അത് നേടിയെടുക്കാനുള്ള കഴിവിനെ ആയിരുന്നു. അവർ കവർന്നത് നമുക്കത് ഉണ്ടായിരുന്നു എന്ന വിശ്വാസത്തെ കൂടിയാണ്. എന്തൊക്കെയോ മൂടിവെക്കാനുള്ള വ്യഗ്രതയുടെ ഭാഗമായി അവർ നമ്മോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു: മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ചെയ്യാൻ ശ്രമിക്കരുത്, വള്ളം മുക്കരുത്, നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയത് കൂടി നഷ്ടപ്പെടും, അത് ഇല്ലാതാക്കരുത്, ഇപ്പോൾ നിൽക്കുന്നിടത്ത് നിൽക്കൂ, നിങ്ങൾക്ക് മറ്റു വഴികളില്ല. 65 വയസ്സോടെ 95% അമേരിക്കക്കാരും ഒന്നുകിൽ മരിക്കും, അല്ലെങ്കിൽ തകരും. അതുമല്ലെങ്കിൽ ഇപ്പോഴും ജോലിയെടുക്കുകയോ കുടുംബത്തെ, പള്ളിയെ അല്ലെങ്കിൽ രാജ്യത്തെ ആശ്രയിച്ച് കഴിയേണ്ടിവരികയോ ചെയ്യും. സോഷ്യൽ സെക്യൂരിറ്റി എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അമേരിക്കയിലെ 2 മുതിർന്ന പൗരന്മാരിൽ ഒരാൾ വീതം ദാരിദ്ര്യത്തിലേക്ക് വീഴും. നമ്മുടെ സുവർണ പ്രായത്തിലേക്ക് എത്തുമ്പോൾ വെറും 5% അമേരിക്കക്കാർ മാത്രമാണ് സാമ്പത്തികമായി സ്വതന്ത്രരായിരിക്കുന്നത്. അത് വിഷമകരം മാത്രമല്ല, ഒരിക്കലും അംഗീകരിക്കാൻ കൂടി സാധിക്കില്ല. 95% പേരും ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ഒരു മിനിമം വേതന ജോലിയുടെ ഇളവുകളിൽ നിന്നും ലഭിക്കുന്ന സോഷ്യൽ സെക്യൂരിറ്റി കൊണ്ട് 65-ാം വയസ്സിൽ കഷ്ടപ്പെടുന്നത് അവസാനിപ്പിക്കാൻ ഞാൻ വെല്ലുവിളിക്കുകയാണ്. മേൽപ്പറഞ്ഞ സ്പെഷ്യലായ 5% പേർക്ക് ഉള്ളതുപോലെ നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ നേടിയെടുക്കാമെന്നതിനെക്കുറിച്ചാണ് ഞാൻ വരും പേജുകളിൽ പറയാൻ പോകുന്നത്. അതുകൊണ്ട് സ്വപ്നം കണ്ടുകൊള്ളൂ. അതേപോലെ നിങ്ങളുടെ അമേരിക്കൻ ഡ്രീം എങ്ങനെ നേടിയെടുക്കാമെന്നതിനെ കുറിച്ച് തുടർന്ന് വായിക്കൂ.